കുറേ നാളുകളായിട്ട് യൂറോപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകളൊന്നും വലിയ രീതിയിൽ സുഖകരമായിട്ടുള്ള സംഭവങ്ങളല്ല എന്നുള്ളത് നമ്മൾക്കറിയാം. ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടന്നാൽ പോലും, അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ പോലും സ്ഫോടനങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ അക്രമകാരികൾ വലിയ രീതിയിൽ കത്തിയും മറ്റ് ആയുധങ്ങളുമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആക്രമിക്കുക, ഈ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയ അല്ലെങ്കിൽ കുടിയേറിയിരിക്കുന്ന സിറിയയിൽ നിന്നും അൾജീരിയയിൽ നിന്നും ഇതുപോലെയുള്ള പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കുടിയേറ്റക്കാരാണ് ഇതുപോലുള്ള അക്രമങ്ങൾ നടത്തി പോരുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലിയ രീതിയിൽ അസ്വസ്ഥത പൂണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. ഈ അസ്വസ്ഥതയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണപക്ഷ പാർട്ടികളെല്ലാം യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലെയും